ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിളകളുടെ ഊരെന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട് വിളയൂരിൽ ഇനി പേറ്റന്റ് നെൽകൃഷിയും വിളയും. കർഷകനായ പുലാമന്തോൾ സ്വദേശി ചേലപ്പുറത്ത് ശശിധരൻ വികസിപ്പിച്ച ഗോപിക നെൽവിത്ത് ഉപയോഗിച്ചാണ് 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. പുലാമന്തോളിലും ആലത്തൂരിലും ഈ പുതിയ നെൽവിത്ത് പരീക്ഷിച്ച് മികച്ച വിളവ് ലഭിച്ചിരുന്നതായി ശശിധരൻ പറഞ്ഞു. ശശിധരൻ 8 വർഷത്തോളമായി നടപ്പാക്കിയ പരീക്ഷണത്തിന് ശേഷമാണ് ഗോപിക നെൽവിത്തിന് പേറ്റന്റ് ലഭിച്ചത്. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം, ഹൈദരാബാദിലെ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്ലാൻ പ്രൊട്ടക്ഷൻ വെറൈറ്റി അതോറിറ്റി എന്നിവയുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. തുടങ്ങിയൊരു പരീക്ഷയാണ് ഐശ്വര്യ ജ്യോതി വിത്തുകളെ തമ്മിൽ യോജിച്ചുകൊണ്ട് അതിൻ്റെ പരാഗണ രീതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 8 വർഷത്തോളം എടുത്തത് പുതിയൊരു നെൽവിത്തായിട്ട് മാറി. അതിനുശേഷം നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനിൽ എൻ്റെ അപേക്ഷ സമർപ്പിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പട്ടാമ്പിയിലെ RIRSൽ അതിൻ്റെ 4 വർഷത്തോളം അതിൻ്റെ വിളപരിശോധനയും മറ്റുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്താണിത്. ഐശ്വര്യ ജ്യോതി വിത്തിനങ്ങൾ ഒന്നിച്ച് വിതച്ച് അതിൽ നിന്നുമാണ് പുതിയ വിത്തിനം ശശിധരൻ വികസിപ്പിച്ചെടുത്തത്. 120 ദിവസമാണ് മൂപ്പ്. രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാന പ്രത്യേകത. കാറ്റുവീഴ്ച സംഭവിക്കില്ല. നെൽച്ചെടിയുടെ തണ്ടിന് 90 സെൻറ്റിമീറ്റർ മുതൽ 1 സെൻറ്റിമീറ്റർ വരെയാണ് നീളമുണ്ടാവുക. ഒരു കതിരിൽ 210 നെൽമണികൾ വരെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പഞ്ചായത്ത് സാരഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു വിത്തിറക്കൽ. വിളയൂര് എന്ന് പറഞ്ഞാൽ തന്നെ വിളകളുടെ ഊര് എന്നാണല്ലോ. അതിലിപ്പോൾ ഒരു പൊന്തുവൽ കൂടിയാണ് ഇപ്പോൾ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലുള്ള ശശിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം 8 വർഷത്തോളം ഇപ്പോൾ അദ്ദേഹം ഇവിടെ സംസാരിച്ചു. 8 വർഷത്തോളം കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ചെടുത്തതും അത് വികസിപ്പിച്ചെടുത്തതൊക്കെ ഗോപിക എന്ന് പേരുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പാടത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനും പിന്നെ അതുപോലെ തന്നെ നല്ല വിളവുണ്ട്. ഇപ്പോൾ അദ്ദേഹം പരീക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വിളവ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൃഷിക്കാരാണെങ്കിലും പുതിയ പുതിയ നൂതന മാർഗങ്ങളൊക്കെ നോക്കുന്നതും അതൊക്കെ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കൃഷിക്കാരാണ്. 2002 മുതൽ നെൽകൃഷിയിൽ ശശിധരൻ പരീക്ഷണങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. നെൽകൃഷിക്ക് പുറമെ കൂർക്കയിലും പരീക്ഷണം നടപ്പാക്കിയിരുന്നു. വിളയൂരിൽ കൂർക്ക കൃഷി, സൂര്യകാന്തി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ശശിധരന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ പേറ്റന്റ് ലഭിച്ച ഗോപിക നെൽവിത്തും വിളയൂരിൽ പരീക്ഷിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.